ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് മൈക്കിൾ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ഒരു ബയോഗ്രഫിക്കൽ മൂവിയാണിത്. മൈക്കിൾ ജാക്സന്റെ ചെറുപ്പകാലം തൊട്ട് ആള് വളർന്നു വലുതായി നല്ലൊരു വലിയൊരു പോപ്പ് സിംഗർ, ഡാൻസർ അതൊക്കെ ആവുന്ന വരെ ഉള്ളൊരു സ്റ്റോറി കാണിക്കുന്ന മൂവിയാണ്. ആളുടെ ഒരു കരിയറിന്റെ പീക്ക് വരെയാണ് ഈ മൂവി കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള സ്റ്റോറി ഇല്ല. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും പ്രതീക്ഷിക്കാം. എടുത്തു പറയണത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ കുറച്ച് സോങ്സ്, ആ സോങ്സിന്റെ സീക്വൻസ് ഒക്കെ ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലൊക്കെ നല്ല ഗൂസ് ബംസ് ആയിരുന്നു. മൈക്കിൾ ജാക്സന്റെ ഫാൻസിന് മൈക്കിൾ ജാക്സന്റെ പഴയ ആൽബംസ് ഒക്കെ കണ്ട് ഫാൻസ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് ഈ മൂവി പോയി കാണുമ്പോൾ ശരിക്കും അത് ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. പിന്നെ മൈക്കിൾ ജാക്സന്റെ ചെറുപ്പകാലഘട്ടം ചെയ്യുന്ന ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു നിഷ്കളങ്കത, ആ പാട്ട് പാടുമ്പോഴുള്ള ഒരു സ്റ്റെപ്പ് കളിക്കുന്നതും ആ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. മൈക്കിൾ ജാക്സൺ പിന്നെ വളർന്ന് വലുതായി കുറച്ച് ഫേമസ് ഒക്കെ ആവുന്ന ഒരു ടൈമിൽ ഉള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജാഫർ ജാക്സൺ ആണ്. ജാഫർ ജാക്സന്റെ അങ്കിളാണ് ഈ മൈക്കിൾ ജാക്സൺ. ജാഫർ ജാക്സൺ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സന്റെ മാനറിസം, ഡാൻസിന്റെ സ്റ്റൈല് അതൊക്കെ പക്ക നല്ല ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ജാഫർ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ ഫാദർ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാദറാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. മൈക്കിൾ ജാക്സന്റെ മൂക്ക് മൈക്കിൾ ജാക്സന് ഇഷ്ടമല്ലായിരുന്നു. അത് മാറ്റി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റൈല്, പിന്നെ മുടി കുറച്ച് വളർന്ന് സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന മുടിയൊക്കെ ആയിട്ട് മുടി നന്നായി വളർത്തിയിട്ടുള്ള മൈക്കിൾ ജാക്സൺ ഉണ്ട്. അത് ഏതാണ്ട് ഈ സിനിമയുടെ അവസാന ഭാഗത്തൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അത് പക്കയായിരുന്നു. ആ മൈക്കിൾ ജാക്സൺ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴൊരു ഓറയുണ്ട്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ തിയേറ്ററിലിരുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. മൈക്കിൾ ജാക്സൺ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ കുറേ പേര് തലറങ്ങി വീഴ, ആളോട് അത്ര ആരാധനയായിട്ട് ഒരു സ്പിരിച്വൽ ഫീലിംഗ് വരാന്ന് പറയില്ലേ, ആ ഒരു സംഭവം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു മൂവിയുടെ ടീം നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് അത്ര ഹൈപ്പായിട്ട് പോയി കാണേണ്ട മൂവിയല്ല, ഇതൊരു ബയോഗ്രഫി മൂവിയാണ്. മൈക്കിൾ ജാക്സന്റെ സ്റ്റോറി ജസ്റ്റ് കാണിക്കുന്നു, ആള് ഫേമസ് ആവുന്നത് എങ്ങനെ, ആളുടെ ഒരു പീക്ക് കാലഘട്ടം വരെ അത്ര കാണിച്ചു പോകുന്നുള്ളൂ. ഒരു സിമ്പിൾ സ്റ്റോറി ടെല്ലിങ് മൂവിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴയ മൈക്കിൾ ജാക്സന്റെ അടിപൊളി ത്രില്ലർ ബാഡ് സോങ്സ് ഒക്കെ, അതിൻ്റെ സീക്വൻസ്, അതിലെ കോസ്റ്റ്യൂം അതൊക്കെ വരുമ്പോൾ ആ ഒരു പഴയ ഫാൻസിന് ഒരു ഗൂസ് ബംസ് ഉണ്ടാവും. അതാണ് ഇതിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. ബാക്കിയൊക്കെ മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളുടെ ജീവിത ചരിത്രം, സ്റ്റോറി ആണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഈ മൂവിയിൽ വരാനുണ്ടായിരുന്നു, ബട്ട് അത് സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവരാനായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ഇല്ല. അത് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. ബട്ട് സെക്കൻഡ് പാർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ടും കൂടി വരുമ്പോഴാണ് കൂടുതൽ മൈക്കിൾ ജാക്സന്റെ ലുക്സും കാര്യങ്ങളും, ഇനിയും കുറേ സോങ്സ് കാണിക്കാനുണ്ടായിരുന്നു. അത് ഈ പാർട്ടിലില്ല, അതിനിപ്പോൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും തോന്നുന്നു. കുറേ സോങ്സ് ഇനിയുണ്ട് മൈക്കിൾ ജാക്സന്റെ. അത് തിയേറ്ററിൽ അതൊരു ഫീൽ ചെയ്യുമ്പോൾ അതൊരു വേറെ ലെവലാണ്. കാര്യം ആലോചിക്കണം, ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാത്ത കാലഘട്ടത്താണ് മൈക്കിൾ ജാക്സൺ വേൾഡ് വൈഡ് ആയിട്ട് ഇത്ര ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തത്. അത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആളുടെ ഒരു സിനിമ വരാന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ്. കാലം എത്ര പുരോഗമിച്ചിട്ടും ഇത്ര ടെക്നോളജി വളർന്നിട്ട് പോലും ഇയാളുടെ ഒരു ഫെയിം, ആളുടെ ഒരു ലെജൻഡറി പൊസിഷനിലേക്ക്, ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു ആർട്ടിസ്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്ര ലെവലിലുള്ളൊരു ആളുടെ ഒരു മൂവി വരാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. എന്തായാലും ഈ മൂവി എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നതിലുപരി മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയെ മനസ്സിലാക്കാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സിനിമ പോയി കാണുക. പിന്നെ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇനി കൂടുതലും ബാക്കി ആളുടെ ആൽബം സോങ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. എന്തായാലും ഈ മൂവി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യും. ഈ മൂവി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം. എനിക്ക് ഈ മൂവി എന്തായാലും ഓക്കെ ആയി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മൂവിയുടെ മേക്കിംഗ് ആയിക്കോട്ടെ, ഈ മൂവിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആർട്ടിസ്റ്റും ടീമും കൊടുത്തിരിക്കുന്ന എഫേർട്ടും ഒക്കെ അടിപൊളിയാണ്. എന്തായാലും അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.